ഊരുദണ്ടലൊക്കെ കഴിഞ്ഞ് എത്തിയോ? എന്താ ഇനി എവിടെയും പോവാനില്ലേ? ഞാൻ അവിടെ പോവാ. ഇവിടെ തന്നെ ഉണ്ടാകും. എല്ലാ തവണ ഊര് തണ്ടിട്ട് വരുമ്പോ ഇതന്നെയല്ലേ പറയാറ്? പോകില്ല. ഇനിയെങ്കിലും ഞാൻ പറഞ്ഞിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിയോ? ഓ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഞാൻ ചുന്നത് കുട്ടി അങ്ങനെ പറയുക അതേപോലെ ഒക്കെ മുഷിന്ന് അറിയാലും ഇതും കെട്ടിപ്പിടിച്ചോണ്ടല്ലേ നടക്കും. ഇതൊന്നും മുഴുകില്ല. ഇവിടുന്ന് പോയ പിന്നെ നനച്ചിട്ടുണ്ടാവില്ല. വല്ലതും കഴിച്ചോ? ഇല്ല. അകത്ത് കഞ്ഞിയും പാറി ഇരിപ്പുണ്ട്, എടുത്ത് കഴിച്ചോ. എന്നിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കണം. ഓ, നീ പറഞ്ഞോരെ ഞാൻ കേൾക്കില്ല. വേറെ ആളെ നോക്കുക. എന്താ കളി? ലാൽ സലാം. ഇത്രയും ചെറിയൊരു കാര്യത്തിന് ഇത്രയും വലിയൊരു സമ്മാനം ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഭാമയെ എത്രയും പെട്ടെന്ന് തന്നെ പാർട്ടിയിൽ ചേർക്കണം. ഒരു കുത്തില്ലല്ലോ. ഇത് മദ്യം തന്നെയാണോ? കോറിനായ മണത്തിലില്ലെങ്കിൽ ഗുണത്തിലുണ്ടാവില്ലേ? മുത്തി ഇത് പോറിനാ. ചായപ്പന്മാരടിക്കണ്ട, അടിച്ചൊക്കെ ഇറങ്ങിപ്പോവും. ചെവിയേക്കാനും സമ്മതിക്കില്ല. കുറച്ച് അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിണ്ടാതിരിക്കുമല്ലോ. മിണുമിണാന്ന് കുടിക്കുന്നുണ്ടില്ലേ? മതി. എന്തൊരു കപ്പാസിറ്റി. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം പിന്നെന്താ സുഗുണ, അവള് വരും. കുറച്ച് എനിക്ക് ബാക്കി വെക്കണം. ഒക്കെ കുളിക്കണ്ട. അതെ, ഇപ്പൊ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുക. ഇപ്പൊ പാർട്ടിയിൽ ചേർന്നാ ചേരാം. അല്ലെങ്കിൽ പിന്നെ 3 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ മെമ്പർഷിപ്പ്. അവിടെ വരുന്നു. വന്നോട്ടെ. 108 വയസ്സായാലും എന്തൊരു കാഴ്ച. ഇങ്ങനെ നിന്നാ ശരിയാവില്ല. അച്ഛാ, നീ ഈ സൂര്യന്റെ കൂടെ പോയിക്കോ. ഇപ്പൊ പോയില്ലെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞ് പോവാൻ പറ്റും. ഞാനല്ല, ഇവൻ പറഞ്ഞതാ. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ വിഷം കൊണ്ടുവരുതെന്ന്? ഞാൻ കൊണ്ടുവന്നതല്ല, ഇവൻ കൊണ്ടു തന്നതാ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഭാമയ്ക്ക് ഒരു പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം എനിക്ക് ജീവിക്കാൻ അതിന്റെ ആവശ്യമില്ല. സുണേട്ടാ പോ. ഒന്ന് ഇതുകൂടെ കൊണ്ടുപോയിക്കോ. മേലിൽ ഇത്ര ഏർപ്പാടായിട്ട് ഇങ്ങോട്ട് വരരുത്. അയ്യോ, അത് കൊണ്ടുപോയാ? ആ കുപ്പി കൊടുത്ത വിട്ട് തീരെ ശരിയായില്ല. അതെനിക്ക് കെട്ടിയിരുന്നെങ്കിൽ ഞാൻ റോട്ടിൽ പോയി ഒറ്റ പരിചയം കുടിച്ച് തിരിച്ചു വന്നേനെ. തല്ലിക്കൊന്ന് ഞാൻ ജയിലിൽ പോയി കിടക്കും.